എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ടോവിനോ തോമസിൻ്റെ പുതിയ പടമായ നടികർ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിനിമ കണ്ടതിന് ശേഷം ബാക്കി നിങ്ങളിലേക്ക് കണ്ടിട്ട് വരാം. പടം കണ്ടായിരുന്നു നടികർ? പടം കണ്ടായിരുന്നു? പടം കുഴപ്പമില്ല, ആവറേജ്, അത്ര കൊള്ളില്ല. ഓക്കെ. പടം കണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. പടം കണ്ടായിരുന്നു? കുഴപ്പമില്ല. പടം കണ്ടായിരുന്നു? കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. കുഴപ്പമില്ല. കണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പടപ്പം കണ്ടിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പടത്തിൻ്റെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ഒരു ഫസ്റ്റ് ഹാഫ് വരെ പടം ഏത് ലെവലിലാണ് നമുക്കെന്ന് വെച്ചാൽ ഒരു നടികർ, അതായത് ഒരു യഥാർത്ഥ ആക്ടർ, ഒരു മൂവി ആക്ടർ, ഒരു മൂവിയിലൂടെ തന്നെയാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂവിയിൽ നിന്ന് മൂവിയിലേക്ക് എന്ന രീതിയിൽ വേണം ഇതിന് പറയാൻ പറ്റും. ഫുൾ മൂവി ലാഗ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടർ എങ്ങനെ ഒരു സിനിമയിലൂടെ സഞ്ചരിക്കുന്നു, സിനിമ എങ്ങനെ ആകുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ തന്നെ, ഒരു സിനിമ എങ്ങനെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് ഒരു ആക്ടർ ആക്ട് ചെയ്യേണ്ടത്, അഭിനയിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇത് മെയിനായിട്ട് പറയുന്നത്. മനസ്സിലായി? സൂപ്പർ സ്റ്റാർ ഒരുപാട് സാധനങ്ങൾ, അതായത് നമ്മൾ ഫിലിമിലുള്ള ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പടം ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് പടം കഥയിലേക്ക് കടക്കുന്നില്ല, കഥയുടെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളിലേക്ക് കടന്നിട്ടില്ല. ആവശ്യമില്ലാതെ കുറേ സീൻസ്, ഔട്ട്സൈഡ് സീൻസ്, ഒരു 40 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ പടമാണിത്. ആവശ്യമില്ലാത്ത കുറേ സീൻസ്, ഒരു 10-15 മിനിറ്റോളം ആവശ്യമില്ലാത്ത കുറേ സീൻ കുത്തിക്കയറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ടോവിനോൻ്റെ തന്നെ കുറച്ച് സീൻസ് കുത്തിക്കയറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് ഒരു മീഡിയം വൈബിൽ നിന്ന് കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇൻ്റർവെല്ലിന് ശേഷം കഥ ഒന്നും കൂടി ഫാസ്റ്റ് ആവുന്നുണ്ട്, കുറച്ചും കൂടി ബെറ്ററായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റ് വരെ നമുക്ക് ഓവറോൾ കൊള്ളാം. നല്ല മൂവി തന്നെയാണ്. ഓവറോൾ 45 മിനിറ്റ് വരെ നല്ല രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷം സൗമിൻ്റെ ഒരു എൻട്രി ഉണ്ട്. പടം അതിനുശേഷം അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് തന്നെ നമുക്ക് ഈ മൂവിനെ പറയേണ്ടി വരും. നമുക്കൊരു ആവറേജ്, അതിൽ കൂടുതൽ എനിക്ക് ഈ പടത്തിനോട് യോജിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.